എൻ്റെ കർത്താവ് തമ്പുരാനെ, എത്ര നേരമായെന്നത് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 5 മണിക്കൂറായിട്ട് നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഡൽഹിയിൽ സാകേത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ എപ്പോഴും ഇത് തന്നെയാണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്ന് നോക്കിക്കോ. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് ചെല്ലാം. അപ്പോൾ ഇനി ഞങ്ങൾ ചെല്ലുമെന്നറിയാം. ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടവരുണ്ട്. എല്ലാവരും ട്രാഫിക്കിനെ ബുദ്ധിമുട്ടിക്കും. എന്ത് കഷ്ടമാണെന്നത് നോക്ക്. എത്ര നേരം കൊണ്ട് നിൽക്കുകയെന്നറിയാം. ഇതെപ്പോൾ അങ്ങ് ചെല്ലുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ ഏത് സമയത്തിന് പോയി, രാവിലെ പോയാലും രാത്രി പോയാലും വൈകിട്ട് പോയാലും ഉച്ചയ്ക്ക് പോയാലും ഇവിടെ ഈ ട്രാഫിക് ഇങ്ങനെ തന്നെ ബ്ലോക്കാണ്. ഭയങ്കര ബ്ലോക്ക് ഹമേഷയുണ്ട്. വെറുതെ ഞാൻ വിചാരിച്ചത് നിങ്ങളെങ്കിലും ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടി ഇവന്മാർ ഈ ബൈക്ക് എടുത്തിന് പോകുന്ന കാണാനാണ് രസം. സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നേ. ആ അപ്പുറം സൈഡിൽ നമ്മൾ മനുഷ്യർ നടക്കേണ്ട നടപ്പാതയ്ക്കകത്തൂടെയൊക്കെയാണ് ഇവർ ബൈക്ക് ഓടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആർക്കും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തണം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിക്കും. അല്ലാതെ എന്താ ചെയ്യുക, പോവണ്ടേ. നമുക്ക് അങ്ങ് അറ്റം വരെ ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ആ റാപ്പിഡോയ്ക്കാണ് തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള വ്യൂ കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ 5 മണിക്കൂർ എടുത്തിട്ടോ ഞങ്ങളൊരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇവിടെ മെട്രോയുടെ പണി വന്നു കഴിഞ്ഞാൽ, കാരണം കാൺപൂർ റോഡാണിത്. അപ്പം ഇവിടെ മെട്രോയുടെ പണി നടക്കുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും സൈഡിൽ മെട്രോയുടെ പണിയാണ് നടക്കുന്നത്. ഈ മെട്രോയുടെ പണി നടന്നെങ്കിൽ മാത്രമേ ഇവിടെ ഒഴിയെത്തും. അപ്പം ഇത്രയും ട്രാഫിക്. എന്നാലും ആൾക്കാരെ സമ്മതിച്ചു കേട്ടോ. മണിക്കൂറുകളോളം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു കുറച്ച് നേരം ട്രാഫിക് ഒന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. പിന്നെ അവിടെ വഴക്കായി വയ്യാവേലിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ കുട്ടിയാലും ഒന്നുമില്ല, തട്ടിയാലും ഒന്നുമില്ല. എല്ലാവർക്കും പോയാൽ മതി. അങ്ങനെ ഇതിൽ ട്രാഫിക്. അതാണ് ഇവിടെ പ്രശ്നം. ഇങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിച്ചത്. ബാക്കിലോട്ടും ഉണ്ട് കേട്ടോ. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായി